സത്യേട്ടാ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ. വൈകിട്ട് നേരത്തെ വരണേ. ബെസ്റ്റ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ, വെറ്ററി ഓഫീസിലെ ശേഖരൻ സാറിന്റെ മോളുടെ ബർത്ത്ഡേ ആണെന്ന്. വൈകിട്ട് പാർട്ടിക്ക് പോണം. പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ പാർട്ടിക്ക് ഇല്ലാന്ന്. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സത്യേട്ടാ? പഞ്ചായത്ത് ഓഫീസിൽ വന്ന് ശേഖരൻ സാറിനെ നേരിട്ട് വിളിച്ചതാ. സത്യേട്ടനെ കൊണ്ടുവരണമെന്ന് പ്രത്യേകം പറഞ്ഞു. പഞ്ചായത്ത് ഓഫീസിൽ വന്ന് നിന്നെ അങ്ങേർക്ക് ക്ഷണിക്കാമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് എന്നെയും ക്ഷണിക്കാം. അതാണോ പ്രശ്നം? സ്റ്റേഷനിൽ വന്ന് സത്യേട്ടനെ വിളിക്കാന്ന് ശേഖരൻ സാറ് പറഞ്ഞതാ. ഞാനാ പറഞ്ഞത് വേണ്ടെന്ന്. അങ്ങനെ വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വിചാരിച്ചു. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പഞ്ചായത്ത് ഓഫീസിൽ വന്ന് നിന്നെ കാണാമെങ്കിലേ പോലീസ് സ്റ്റേഷനിൽ വന്ന് അങ്ങേർക്ക് എന്നെയും കാണാം. ഇങ്ങനെ നിസ്സാര കാര്യത്തിനൊക്കെ വാശി പിടിക്കല്ലേ സത്യേട്ടാ. നോക്ക്, സത്യേട്ടനില്ലാതെ ഞാൻ അവിടെ കയറി ചെന്നാ നാട്ടുകാരെന്ത് വിചാരിക്കും? നാട്ടുകാർ എന്ത് വിചാരിച്ചാലും എനിക്കത് ഒരു പ്രശ്നവുമില്ല. സത്യേട്ടാ പ്ലീസ്, സത്യേട്ടൻ വന്നില്ലെങ്കിൽ ഞാൻ ആകെ നാണം കെടും. നീ വലിയ പഞ്ചായത്ത് മെമ്പറല്ലേ, ഭർത്താവിനെ ബഹുമാനിക്കാത്ത അഹങ്കാരി. ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ മതി. സത്യേട്ടൻ എവിടെയെന്ന് ചോദിച്ചാലോ? മരിച്ചുപോയി എന്നങ്ങ് പറഞ്ഞോ. അവരത് വിശ്വസിക്കുവോ? ഒരു SI മരിച്ച പത്രത്തിലും TV-ലും ഒക്കെ വരില്ലേ? ഓ ആർച്ചേ, എനിക്ക് നാളെ DYSP കാണാൻ പോകണം. അത് ഇന്നലെ പറഞ്ഞു വെച്ച കാര്യമാണ്. എനിക്കത് പോയേ പറ്റൂ. DYSP എൻ്റെ മേലുദ്യോഗസ്ഥനാണ്, ഞാൻ കീഴുദ്യോഗസ്ഥനും. സത്യേട്ടാ, രാവിലെ മുതൽ വൈകുന്നേരം വരെ സത്യേട്ടൻ സ്റ്റേഷനിലില്ലേ? അപ്പൊ എപ്പോഴെങ്കിലും DYSP കണ്ടാ പോരെ? അതൊക്കെ തീരുമാനിക്കുന്നത് DYSP-യാ, ഞാനല്ല. നാളെ ഒരു ആവശ്യത്തിന്, ഉദാഹരണത്തിന് നമ്മളുടെ മോളുടെ ബർത്ത്ഡേക്ക് ശേഖരൻ സാറിനെ വിളിച്ച് അയാൾ വരുമോ? വരണ്ട. നമ്മുടെ മോളുടെ ബർത്ത്ഡേ പാർട്ടി നടത്തുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇനി അഥവാ ബർത്ത്ഡേ പാർട്ടി നടത്തിയാൽ ഈ ശേഖരൻ സാറിനെ വിളിക്കുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അപ്പൊ സത്യേട്ടൻ വരില്ല. അത് മൂന്നാമത്തെ കാര്യം. ഡോക്ടറെ, രാവിലെ എന്താ പരിപാടി? ഓ ഒന്നുമില്ല, വെറുതെ. ആലീസ് ഇല്ലേ? അകത്തുണ്ട്, തലവേദനയാണെന്ന് പറഞ്ഞ് നടക്കുക. ഓ, മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. വന്നു നിന്റെ തലവേദനയെ കുറിച്ച് പറയുമായിരുന്നു. അയ്യോ, മരുന്ന് കഴിക്കാതെ എങ്ങനെയാ ആലീസേ? ഇപ്പോഴത്തെ തലവേദനയൊക്കെ സൂക്ഷിക്കണേ. പേര് പോലും അറിയാത്ത എന്തൊക്കെ അസുഖങ്ങളും ഉണ്ടാവുന്നേ. ഓ, ഇത് അങ്ങനത്തെ അസുഖമൊന്നും അല്ലെന്നേ, എനിക്ക് ഇടക്കിടക്ക് വരാറുള്ളതാ. ആ, എന്നാ പിന്നെ കൂടുതൽ സൂക്ഷിക്കണം. ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നത് നല്ലതല്ല. ഇത് പഞ്ചായത്ത് മെമ്പറാണോ അതോ ഡോക്ടറാണോ? ആരായാലും നല്ലത് പറഞ്ഞ അംഗീകരിക്കുക. ഡോക്ടറെ, ഇന്നലെ ശേഖരൻ സാറിന്റെ മോളുടെ ബർത്ത്ഡേ, ഡോക്ടറെ വിളിച്ചില്ലേ? പിന്നെ വിളിക്കാതിരിക്കൂ. ഞങ്ങൾ വൈകിട്ട് പാർട്ടിക്ക് പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. പക്ഷെ ഞങ്ങള് വരുന്നില്ല, എനിക്ക് തലവേദനയല്ലേ, അതുകൊണ്ട് പോണ്ടാന്ന് തീരുമാനിച്ചു. ഇല്ല, പോകുന്നുണ്ട്. വൈകിട്ടാകുമ്പോ ഇത് മാറുകയൊക്കെ ചെയ്യും. ഇനി അഥവാ ആലീസിന് തലവേദന മാറുന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. അയ്യോ, അങ്ങനെ ഒറ്റയ്ക്ക് പോകാനൊന്നും പാടില്ല ചായ. ഞാൻ ഇവിടെ തനിച്ചാവത്തില്ലേ? ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോ നീ ഇവിടെ തനിച്ചാണല്ലോ. അല്ല, തലവേദന ഉള്ളപ്പോ എന്നെ തനിച്ചു വിടാൻ പാടില്ലല്ലോ. എന്തെങ്കിലും ആവശ്യം വന്നാലോ? എന്താവശ്യം വരാൻ? എന്തെങ്കിലും വരും. എന്തായാലും ഞങ്ങള് വരുന്നില്ല പാർട്ടിക്ക്. ഇവിടുത്തെ കാര്യം അങ്ങനെ തന്നെയാ. സത്യേട്ടനോട് പറഞ്ഞപ്പോ സത്യേട്ടന് താല്പര്യമില്ലെന്ന്. ഇനിയിപ്പൊ ഞാൻ തനിച്ചു പോകേണ്ടി വരും. തനിച്ചല്ലല്ലോ, ഞാനുണ്ടല്ലോ. ഞാൻ എന്തായാലും പോകുന്നു. ഇച്ചായം വരാൻ ഒരു സാധ്യതയില്ല. അത് ആലീസാണോ തീരുമാനിക്കുന്നത്? ഞാൻ വരുന്നുണ്ട്, നമുക്ക് വൈകിട്ട് കാണാം. ശരി, ഞാൻ ആലീസേ, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, തലവേദന സൂക്ഷിക്കണേ. നിങ്ങളാണ് എന്റെ ഏറ്റവും വലിയ തലവേദന. ഞാൻ ചെല്ലട്ടെ. ശ്രീമറെ, നാളെ വൈകുന്നേരം എന്നെ സ്റ്റേഷനിൽ വന്നൊന്ന് കാണും. നോക്കാം. ശരി. സത്യേട്ടാ, ആലീസിന് ഭയങ്കര തലവേദന. നീ ഇത്ര എന്തിനാ വെപ്രാളപ്പെടുന്നേ? അയാൾ വലിയ ഡോക്ടറല്ലേ. വല്ല എരുമയ്ക്ക് കൊടുക്കുന്ന മരുന്ന് കാണും, അത് കലക്കി കൊടുക്കാൻ പറഞ്ഞാൽ മതി. അതവര് നോയിക്കോളും. അതല്ല ഞാൻ പറയാൻ വന്നേ. നമ്മുടെ ഡോക്ടർ മേലുദ്യോഗസ്ഥനാണല്ലോ ശേഖരൻ സാറ്. ഡോക്ടറെയും ശേഖരൻ സാറ് പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ട്. ആലീസും ഡോക്ടറും കൂടെ പോകാനിരുന്നതാ. ഇപ്പൊ എന്താ പോണ്ടെന്ന് വെച്ചോ? അതില്ല, ആലീസ് ഇല്ലാത്തോണ്ട് ഡോക്ടർ ഒറ്റയ്ക്കാ പോകുന്നത്. സത്യേട്ടൻ തിരക്കാണെന്ന് ഞാനും പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറയാ നമുക്ക് ഒരുമിച്ച് പോവാന്ന്. ഡോക്ടർ എന്തായാലും കാറിലായിരിക്കും പോകുന്നത്. അക്കൂടെ അങ്ങ് പോയ എളുപ്പമായല്ലോ. പാർട്ടി കഴിയാൻ ഇത്തിരി ലേറ്റ് ആയാലും കുഴപ്പമില്ല. ഡോക്ടറിനെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടോളുമല്ലോ. ആർച്ചേ, ഞാനേ ഒന്നുകൂടി ആലോചിച്ചപ്പോഴാണ് നീ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഭഗവാനെ, ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് സത്യേട്ട സമ്മതിച്ചല്ലോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യേട്ടാ. അതെന്താ ആർച്ച നീ അങ്ങനെ പറയണേ? ഇതിനു മുന്നേ നീ പറഞ്ഞ പല ന്യായമായ കാര്യങ്ങളും ഞാൻ സമ്മതിച്ചിട്ടില്ലേ? അതേത് കാര്യം?
ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ മീൻ വാങ്ങാന്ന് പറഞ്ഞു, അപ്പൊ നീ പറഞ്ഞു ചിക്കൻ മതിയെന്ന്. ഒടുവിൽ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ വാങ്ങിച്ചാൽ മതിയെന്ന്. ആ അതെന്തുകൊണ്ടാ? മീനിന്റെ വില വിളിച്ചു ചോദിച്ചപ്പോ സത്യമുണ്ട് കണ്ണ് തള്ളിപ്പോയി. മീൻ വാങ്ങിക്കുന്നതിലെ ലാഭം ചിക്കൻ വാങ്ങിക്കുന്നതാണെന്ന് മനസ്സിലായി. ഓ പിന്നെ അതുകൊണ്ടല്ലേ? വെറുതെ ചുമ്മാ ഇരിക്കാം. അതൊക്കെ പോട്ടെ, ഇപ്പൊ എന്താ കാര്യം? അതെ, ഈ ശേഖരൻ സാറിന്റെ മോളുടെ ബർത്ത്ഡേക്ക് നമ്മൾ പോയിരുന്നാൽ അത് ഭയങ്കര മോശമാണ്. നാളെയും കാണേണ്ടില്ലേ നമ്മള്? ഇതല്ലേ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. അതെ, പക്ഷെ അപ്പോഴെനിക്ക് അതിന്റെ അപകടം മനസ്സിലായില്ലായിരുന്നു. അപകടോ? എന്താ അപകടം? അർച്ചേ, ഇപ്പോ നമ്മുടെ മോളുടെ ബർത്ത്ഡേ നമ്മൾ നടത്തുകയാണെന്ന് വെക്ക്. നമ്മൾ ശേഖരൻ സാറിനെ വിളിക്കാൻ പോകുമ്പോൾ സാറ് ചോദിക്കും, അന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ വിളിച്ചിട്ട് നിങ്ങൾ വന്നില്ലല്ലോ സത്യപാലാന്ന്, അല്ലേ? അത് പ്രശ്നമാണ് അർച്ചേ. ഒരു പ്രശ്നമില്ല സത്യേട്ടാ. സത്യേട്ടൻ എന്തെങ്കിലും തിരക്കിലാണെന്ന് ഞാൻ പറഞ്ഞോളാം. DYSP കാണാൻ പോവാതിരുന്നാലാണ് പ്രശ്നം. ആർച്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ സ്റ്റേഷനിൽ ഉണ്ടല്ലോ. അതിനിടയ്ക്ക് എപ്പോഴും വേണമെങ്കിലും എന്നെ DSPക്ക് വിളിക്കാമല്ലോ. അല്ലാതെ വൈകിട്ട് എന്നെ കാണുമെന്ന് അങ്ങനെ തരാം നിർബന്ധം എന്താണ്? സത്യേട്ടാ, സത്യേട്ടന്റെ മേലുദ്യോഗസ്ഥനാണ് DYSP. ആർച്ച എന്ത് പറഞ്ഞാലും ഇന്ന് ബർത്ത്ഡേക്ക് ഞാൻ വരും. അത് കൊള്ളാലോ.